ഈ ദാനശീലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ദാനശീലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. കൊടുക്കാനുള്ള മനസ്സുണ്ടോ, കൊടുക്കാനുള്ള പൈസ ഉണ്ട്. കൊടുക്കാനുള്ള മനസ്സില്ലേ, കീശയ്ക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഒരു പൈസയും കൊടുക്കാൻ പറ്റിയതുണ്ടാവില്ല. ഉംറയ്ക്ക് ചെന്നപ്പോ മദീനയിൽ ഞാനിങ്ങനെ ഇപ്പൊ ഒരു ടാക്സിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ 3 വലിയ ബിൽഡിങ്ങുകൾ കണ്ടു, ചുവന്ന പെയിന്റ് അടിച്ചത്. ആ ബിൽഡിങ്ങുമേ ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതാണ്. വലിയ വാർപ്പിന്റെ 3 ബിൽഡിംഗാണ് റോഡ് സൈഡിൽ. ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ഈത്തപ്പനത്തോട്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പനത്തോട്ടം മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. കുറെ കാലം കഴിഞ്ഞ് സൗദി ഗവൺമെന്റ് അവിടെ 3 ബിൽഡിംഗ് ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്തു. അതിന്റെ പൈസ സൗദിയിലെ നാഷണൽ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു സംഭവം. അവിടെ ഇപ്പോഴും സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽക്കാണ് പൈസ പോണത് എന്നാണ്. അതിലേറെ അത്ഭുതം, ആ ബിൽഡിങ്ങിന്റെ ആധാരം ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും, മൂപ്പർക്ക് ഇപ്പൊ എന്താ കൊടുത്തൂടെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കക്കാരനാണ്, മുഹാജിറാണ്, അൻസാരിയല്ല. മക്കത്തുനിന്ന് 2 കൈയും വീശിയിട്ട് മദീനത്തേക്ക് വന്നതാണ്. എന്നിട്ടാണ് ഈ കൊടുക്കണേ. എന്തേ കൊടുക്കാണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായി, അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ട്.